ഹലോ ഗൈസ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി അല്ലേ? മിക്ക ദിവസങ്ങളിലും സമയം കിട്ടാറില്ല, അതാണ് വീഡിയോ ഇങ്ങനെ വൈകുന്നത്. എന്നാലും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവരും കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എങ്ങോട്ട് പോകുന്നു എന്നല്ലേ? അതെ ഗൈസ്, നിങ്ങൾ ഫസ്റ്റിലെ കണ്ടതുപോലെ ഞാൻ ഒരു സിനിമയ്ക്ക് പോവുകയാണ്. നമ്മുടെ ആസിഫ് അലിൻ്റെ അനിയൻ നായകനായ സംഭവം എന്ന സിനിമ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ അവൻ വഴുതക്കാടുള്ള ബാർബിക്യൂ സ്പേസിൽ ഉണ്ടെന്നറിഞ്ഞു. അങ്ങനെ അവനെ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അവൻ അവിടെയാണ് സുഖി ഓർന്നത്. അതുകൊണ്ട് അവനെയും കണ്ടു പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ പോവുകയാണ്. ഗൈസ്, എന്ത് ചെയ്യാനാ, നമ്മൾ പിടച്ചടിച്ചെത്തിയപ്പോഴേക്കും അവന് ഓർഡർ അടിച്ചിരുന്നു. അവൻ അങ്ങനെ റൂട്ട് പോയി. അവനെ വിളിച്ചപ്പോൾ അവൻ പിന്നെ കരമന നിൽക്കുന്നതാണ് പറഞ്ഞത്. ചുമ്മാ കുറേ നാളായി അവനെ കണ്ടിട്ട്, അതുകൊണ്ടൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. പടമുള്ളത് ഏരിയസ് പ്ലസ്സിലാണ്. 9:45 ഷോ. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഏരിയസ് പ്ലസ്സിലേക്ക് പോവുകയാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ തിയേറ്റർ എത്തിയിരിക്കുകയാണ്. പിന്നെ ഗൈസ്, ഇവിടെ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുവരെയായിട്ടും ഇവിടെ സിനിമ കാണാൻ പറ്റിയിട്ടേ ഇല്ലയെന്നു. അവനിവിടുത്തെ വഴി പോലും അറിഞ്ഞുകൂടാ. എന്താ ചെയ്യുക അല്ലേ? അത്യാവശ്യം ട്രിവാൻഡ്രത്ത് നല്ലൊരു തിയേറ്റർ, എനിക്ക് ഇഷ്ടപ്പെട്ട തിയേറ്റർ ഏരിയസ് പ്ലസ് OD1 ആണ്. അതിൽ പോലും അവൻ പോയിട്ടില്ലയെന്നു. ഗൈസ്, അങ്ങനെ നമ്മളൊരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഒരു ലൈം ഓടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ലൈം ഓടിക്കുന്ന സ്പോട്ട് നോക്കി നമ്മളത് നാഷണൽ ഹൈവേ കൂടി അങ്ങനെ പോവുകയാണ്. മിക്ക ഷോപ്പുകളിലും ഇന്ന് അവധിയായിരുന്നു, എന്തെന്നറിയില്ല. ഗൈസ്, അങ്ങനെ ഒരു ലൈമും കുടിച്ച് ഞങ്ങൾ തിരിച്ച് തിയേറ്ററിലേക്ക് പോവുകയാണ്. സിനിമയ്ക്ക് സമയമാവാറായി. ഗൈസ്, കണ്ടില്ലേ ഗൈസ് ട്രെയിൻ കിടക്കുന്നത്? ഞാൻ എപ്പോൾ ട്രെയിൻ കണ്ടാലും ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കും. എന്താണെന്നറിയില്ല, എനിക്ക് ട്രെയിൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും കൂടി വിളിച്ചപ്പം സമയപരിധി കാരണം അവന്മാർ വന്നില്ല. അവന്മാർ വീട്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ, ഇറങ്ങാൻ താമസിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നുമല്ല, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അവരെ വിളിക്കാൻ പറ്റാത്തത്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തി വണ്ടി പാർക്ക് ചെയ്യുകയാണ്. കണ്ടില്ലേ, അവിടെ നിർത്താനാണ് നമ്മുടെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത്. അങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, സീറ്റ് നമ്പറൊക്കെ നോക്കിയിരിക്കാൻ പോകുന്നത്. M2021 ആണ് നമ്മുടെ സീറ്റായിരുന്നത്. അധികം വൈകാതെ പടം തുടങ്ങി. ഗൈസ്, പടം തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫുൾ ശ്രദ്ധയും പടത്തിലായിരുന്നു. അതുകൊണ്ട് മറ്റൊരു വീഡിയോ ഞാൻ ഇതിലെടുത്തില്ല. പടം നല്ല അടിപൊളി പടമായിരുന്നു ഗൈസ്. ആസിഫ് അലിൻ്റെ അനിയനും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ. പിന്നെ എടുത്തു പറയാം, ഇതിൻ്റെ വിഷ്വൽസ് അടിപൊളിയായിരുന്നു. ഒരു മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് മൂവിയായിരുന്നു.
സംഭവം എന്ന സിനിമ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിരുന്ന് കണ്ടു ഗൈസ്. അങ്ങനെ ഇപ്പോൾ സമയം 2 മണി. ഇപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് റോഡ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? അതെ ഗൈസ്, നമ്മൾ ശംഖുമുഖത്ത് പോവുകയാണ്. ഈ സമയം നല്ല തിരക്കുണ്ടായിരുന്നു. ആളുകളൊക്കെ റോഡിലുണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റുകൾ വളരെ കുറച്ച് മാത്രമേ തുറന്നിരുന്നുള്ളൂ. ഗ്യാസിൻ്റെ ലഭ്യത കാരണം മിക്ക റെസ്റ്റോറൻറ്റുകളും അടച്ചുകൊണ്ടിരിക്കുകയല്ലേ. റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ നേരെ കുമാർ കഫേയിലേക്ക് പോയി. അങ്ങനെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്.